സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ നൽകിയിട്ടുണ്ട്. ഹോട്ടലിൽ താമസിച്ചിരുന്ന സിനിമാ പ്രവർത്തകരുടെ മൊഴിയും രേഖപ്പെടുത്താനാണ് നീക്കം. പ്രാഥമിക അന്വേഷണം നടത്താൻ സമയമെടുത്തതുകൊണ്ടാണ് കേസെടുക്കാൻ വൈകിയതെന്നാണ് പോലീസ് പറയുന്നത്. സാന്ത്വന സജു നൽകും വിശദാംശങ്ങൾ. സാന്ത്വന, പരാതിക്കാരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താൻ പോലീസ് നീങ്ങിയാണ്. കൃത്യമായ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവുമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ സംവിധായകനായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ ഉടൻ തന്നെ ഈ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപേക്ഷ അവർ തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അപേക്ഷയ്ക്ക് അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ഈ പരാതിക്കാരിയുടെ ഒരു സമയം കൂടി കണക്കിലെടുത്തുകൊണ്ട്, അവരുടെ ഒരു സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് മൊഴിയെടുപ്പിലേക്ക് നീങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കഴിഞ്ഞ മാസമാണ് ഈ സംഭവം നടന്നു എന്നുള്ള കാര്യം പരാതിക്കാരി പറയുന്നത്. IFFKയുമായി ബന്ധപ്പെട്ട സ്ക്രീനിങ്ങിന് തിരുവനന്തപുരത്തെ ഹോട്ടലിലുണ്ടായിരുന്ന സമയത്ത് ഈ സംവിധായകൻ അപമര്യാദയായി പെരുമാറി എന്നുള്ളതായിരുന്നു ഈ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ മൊഴി കൂടി രേഖപ്പെടുത്താൻ ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പരാതിക്കാരിയുടെ മാത്രമല്ല, ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ദിവസം ആ ഹോട്ടലിലുണ്ടായിരുന്ന IFFKയുടെ ഭാഗമായി അവിടെ എത്തിയ മറ്റ് സിനിമാ പ്രവർത്തകരുടെ കൂടി മൊഴിയെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടിയാണ് പോലീസ് നിലവിൽ പോകുന്നത്. കാരണം കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഒരു മൊഴിയെടുപ്പിലേക്ക് പോകുന്നത്. പക്ഷേ ഇത് മൊഴിയെടുക്കുക ഒരു പരാതി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിന് രാഷ്ട്രീയമായി കൂടി വലിയ മാനങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഇതിന് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ആര്യ. കാരണം ഇന്നലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ച സമയത്ത് തന്നെ കൃത്യമായി ആ ദിവസം തന്നെ മുഖ്യമന്ത്രി അത് പോലീസിന് കൈമാറുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഒരു CPM സഹയാത്രികനായ ഒരു മുൻ MLAക്കെതിരെ ഇത്തരത്തിലൊരു പരാതി വരുന്ന സമയത്ത് അത് കൈമാറാൻ ഏതാണ്ട് 13 ദിവസത്തോളം കാലതാമസം വരുന്നു. കഴിഞ്ഞ മാസം 27-ന് ഈ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ പോലും ഈ മാസം 13 ദിവസത്തിന് ശേഷം ഈ മാസം 8-ാം തീയതിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പരാതി രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ പോലീസിന് കൈമാറുകയും പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് ഈ വിരകളോടുള്ള ഒരു ഇരട്ട നീതിയാണ് മുഖ്യമന്ത്രി കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ഒരു വശം നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പോരുകളും മറ്റൊരു ചേരിയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര്യ, വ്യക്തമാണ്. സാന്ത്വന സജുവാണ് വിവരങ്ങൾ നൽകിയത്.